Hi all. In this lecture, I'll be talking about something called optical activity. When polarized light falls on certain substances, say sugar solution or starch solution, the plane of polarization of polarized light is rotated either towards the left or towards the right through some angle. Such a property is called, such an activity is called optical activity. അതായത് പോളറൈസ് ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഒക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും കൺഫൈൻഡ് ആയിട്ട് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ലൈറ്റ് ഈ മെറ്റീരിയലുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണോ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ, ഒന്നുകിൽ ആ ഡയറക്ഷനിൽ നിന്ന് ഇടത്തേക്കോ അല്ലെങ്കിൽ വലത്തേക്കോ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ തിരിയുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്ന മെറ്റീരിയലുകളെ ഇങ്ങനെ തിരിക്കാൻ, പോളറൈസേഷൻ്റെ പ്ലെയിന് തിരിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നു. അതേപോലെ ഈ ഫിനോമിനയെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഓക്കെ, substances which can rotate the plane of polarization towards the right are called dextrorotatory, and those which can rotate the plane of polarization towards the left are called levorotatory. അടുത്തത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് സ്പെസിഫിക് റൊട്ടേഷൻ. Specific rotation, we will just see the definition initially, then we will understand how this optical activity happens actually in materials, and how we understand that the plane of polarization actually has been rotated through a particular angle. How do we measure that angle through which the plane of polarization has been rotated എന്നുള്ളത് നമുക്ക് we will see. Initially, we will just see the definition of specific rotation. The specific rotation for a given wavelength of light at a given temperature is defined as the rotation which is produced by 1 decimeter long column of solution containing 1 gram of optically active substance per cc of solution. അപ്പോൾ പറയുന്നത് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതെനിക്കൊരു കണ്ടെയ്നറിലോ എന്തെങ്കിലും ഒരു വെസലിൽ എടുക്കണം. അപ്പോൾ 1 decimeter long column, say suppose you assume that you have a test tube which is 1 decimeter long, അതിലാണ് സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത് 1 gram per cc. ഓക്കെ, ഈ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ ഇഫ് ഇറ്റ് ഇസ് ടേക്കൺ ഇൻ എ കോളം ഓഫ് 1 ലെങ്ത് 1 decimeter, ആ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് റൊട്ടേഷൻ ഇൻ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ, ആൻഡ് ദാറ്റ് റൊട്ടേഷൻ ഷുഡ് ബി മെഷേർഡ് ഇൻ ഡിഗ്രീസ്. അപ്പോൾ ആ റൊട്ടേഷനെയാണ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർമുല ഇങ്ങനെയാണ്: ഇറ്റ് ഇസ് ദി റൊട്ടേഷൻ പെർ 1 decimeter rotation produced by 1 decimeter long column of solution, and the concentration of the solution is 1 gram per cc. So it is like this: theta by LC. This is specific rotation. Rotation is measured in degrees, length is in decimeter, and concentration is gram per cc. ഓക്കെ, അപ്പോൾ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് വുഡ് ബി മച്ച് സിംപ്ലർ ഇഫ് യു കുഡ് എക്സ്പ്രസ് ദിസ് ലെങ്ത് ഇൻ ഡെസിമീറ്റർ ഓൾസോ ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ വെൻ യു കൺവേർട്ട് ദി ലെങ്ത് ഇൻ ഡെസിമീറ്റർ ടു സെൻറ്റിമീറ്റർ, ദിസ് ഇസ് ഹൗ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി. L/10 സെൻറ്റിമീറ്റർ ആണ് വരിക. പിന്നെ തീറ്റ അവിടെ തന്നെ ഉണ്ട്, ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഓൾസോ ദെയർ ആസ് സച്ച്. Okay, so this is your definition for specific rotation. Now we will see exactly what happens when light falls on such materials and how we can measure this rotation produced by the optically active substance. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു പോളറൈസറിൽ വന്ന് വീണ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ദി unpolarized light gets converted into polarized light such that ആ പോളറൈസറിൻ്റെ ട്രാൻസ്മിഷൻ പ്ലെയിൻ എങ്ങനെയാണോ ഉള്ളത്, ആ ട്രാൻസ്മിഷൻ പ്ലെയിനിന് പാരലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് മാത്രം കടന്നു പോകും. ബാക്കിയുള്ള
കോമ്പണൻസിനെ ഒന്നും ഈ പറഞ്ഞ മെറ്റീരിയൽ ഇങ്ങോട്ട് കടത്തിവിടില്ല. അപ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റ് വിൽ ബി പോളറൈസ്ഡ് സച്ച് ദാറ്റ് ദി പോളറൈസേഷൻ is in the direction of transmission plane of the polarizer. ഓക്കെ, അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റ് വന്നു. ഇനി നമുക്ക് വിത്ത് അവർ നേക്കഡ് ഐസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സേ വെദർ ദ ലൈറ്റ് ഈസ് അൺപോളറൈസ്ഡ് ഓർ പോളറൈസ്ഡ്. പോളറൈസ്ഡ് ആണോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് വി റിക്വയർ അനദർ optical component called analyzer, which is nothing but the same thing as the polarizer. Now, suppose the transmission plane of the analyzer is exactly perpendicular to the transmission plane of the polarizer. Then what happens? You see that these components are completely blocked by the analyzer and we see no light. Okay, so if I am observing the light coming out of the analyzer, I see that if the transmission plane of the analyzer is exactly perpendicular to the transmission plane of the polarizer, there will be no light coming out. Now if I slowly rotate the analyzer, I see that partially light is coming, and when the transmission plane of the analyzer and polarizer are exactly parallel, all the light will pass through. And we have already studied something called Malus law, which governs the intensity of light transmitted by the analyzer. Okay, so from there also we know that analyzer will not transmit any light if the if the transmission planes of polarizer and analyzer are exactly crossed. Okay, ഇനി നമ്മൾ പോളറൈസർ കഴിഞ്ഞ് പോളറൈസ്ഡ് ലൈറ്റ് വരികയാണ്. ആ പോളറൈസ്ഡ് ലൈറ്റ് അനലൈസറിൽ വീഴുന്നതിന് മുമ്പായിട്ട് സപ്പോസ് ഐ എം പ്ലേസിങ് ദി ഓപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് ഈ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് ഒരു θ° റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഈ എക്സാക്ട്ലി ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിൽ കിടന്നിരുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് now they will slightly tilt. If a portion is pointing out of the screen and a portion is into the screen. Okay, അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ. ഇപ്പോൾ എക്സാക്ട്ലി സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് തിരിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു θ° തിരിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നൗ വാട്ട് ഹാപ്പൻസ്? അപ്പോൾ പോളറൈസേഷൻ്റെ പ്ലെയിൻ തിരിയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് a portion of the light will come through. നേരത്തെ നമ്മളിവിടെ അനലൈസർ പതുക്കെ തിരിക്കുമ്പോൾ എന്താണോ ഒബ്സർവ് ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇവിടെയും കാണുക. കാരണം നേരത്തെ അനലൈസർ തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കമ്പോണൻസ് കടന്നു പോകുമായിരുന്നു. ഇവിടെ അനലൈസർ അങ്ങനെ തന്നെ വെച്ചു, പക്ഷെ ഇവിടെ തിരിഞ്ഞിരിക്കുന്നത് എന്താണ്? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ചെറുതായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ അനലൈസറിൻ്റെ അകത്തൂടി കുറച്ച് ലൈറ്റ് കടന്നു വരും. ഓക്കെ, സോ ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ വെദർ this is the maximum intensity of light possible to be transmitted through the analyzer, or I want to see whether I can obtain the previous condition of total darkness. ഇപ്പോൾ ടോട്ടൽ ഡാർക്ക്നെസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ പോളറൈസേഷൻ്റെ പ്ലെയിൻ തിരിഞ്ഞു. പോളറൈസേഷൻ്റെ പ്ലെയിൻ തിരിയുമ്പോൾ സം കമ്പോണൻസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ബൈ ദി അനലൈസർ. അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് കാണുന്നത്. അപ്പോൾ എത്രയാണ് ഈ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ തിരിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ടു ഫൈൻഡ് ദാറ്റ് ഔട്ട് ഐ വിൽ ഹാവ് ടു റൊട്ടേറ്റ് മൈ അനലൈസർ ത്രൂ എ പെർട്ടിക്കുലർ ആംഗിൾ സച്ച് ദാറ്റ് ഐ അഗെയിൻ ഒബ്റ്റെയിൻ ടോട്ടൽ ഡാർക്ക്നെസ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ടും ഈ അനലൈസറിൻ്റെ പ്ലെയിനിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ അല്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ലൈറ്റ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അനലൈസറിൻ്റെ പ്ലെയിനിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇതുപോലെയാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റും കടന്നു വരില്ല. ഇതിപ്പോൾ കുറച്ച് കമ്പോണൻസ് ഈ പറഞ്ഞ ഡയറക്ഷനിൽ കടന്നു പോരുന്ന കമ്പോണൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കടത്തിവിടുന്നത് അനലൈസർ. അപ്പോൾ അനലൈസർ ഒന്നും കടത്തിവിടാത്ത അവസ്ഥ എന്ന് പറയുന്നതായിരിക്കും അത്രയും ആംഗിൾ ആയിരിക്കും ഇപ്പോൾ ഇത് തിരിഞ്ഞിട്ടുണ്ടാവുക.
അത് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അനലൈസർ പതുക്കെ തിരിക്കുക. പതുക്കെ തിരിച്ചു കഴിഞ്ഞിട്ട് അഗെയിൻ ഐ ഷുഡ് ഒബ്റ്റെയിൻ ദ കണ്ടീഷൻ ഓഫ് നോ ലൈറ്റ് ഓർ ടോട്ടൽ ഡാർക്ക്നെസ് ഓൺ ദി ഒബ്സർവർ സൈഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ ഡാർക്ക്നെസ് കിട്ടുന്ന പൊസിഷനിലേക്ക് അനലൈസർ പതുക്കെ തിരിക്കുക. അങ്ങനെ അനലൈസർ തിരിച്ച് ടോട്ടൽ ഡാർക്ക്നെസ് എത്തിക്കാൻ ഞാനിപ്പോൾ ഒരു 30 ഡിഗ്രി തിരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ 30 ഡിഗ്രി ആയിരിക്കും ഈ പറഞ്ഞ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ തിരിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അനലൈസർ 30 ഡിഗ്രി തിരിക്കുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പ്ലെയിൻ ഓഫ് പോളറൈസേഷനും അനലൈസറിൻ്റെ ട്രാൻസ്മിഷൻ പ്ലെയിനും തമ്മിൽ 90 ഡിഗ്രി തന്നെ ആവും. അപ്പോൾ ആ 90 ഡിഗ്രി തിരിയുമ്പോഴേക്കും വീണ്ടും ഇവിടെ എനിക്ക് ലൈറ്റ് ഒന്നും കാണാൻ സാധിക്കില്ല. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഐഡിയ ഈസ് ക്ലിയർ. അപ്പോൾ എത്ര തിരിഞ്ഞു എന്ന് മനസ്സിലാക്കി. തിരിഞ്ഞത് കൊണ്ടാണ് എനിക്കിവിടെ ലൈറ്റ് കിട്ടിയത്. അപ്പോൾ വീണ്ടും ഡാർക്ക്നെസ് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ തിരിഞ്ഞ ഡയറക്ഷനും അതേപോലെ അനലൈസറിൻ്റെ ട്രാൻസ്മിഷൻ പ്ലെയിനും തമ്മിൽ വീണ്ടും 90 ഡിഗ്രി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടി അനലൈസറിനെ ഞാൻ എത്ര തിരിക്കേണ്ടി വന്നു എന്ന് നോക്കുക. അനലൈസറിനെ ഇപ്പം ഞാൻ 30 ഡിഗ്രി തിരിച്ചിട്ടാണ് അങ്ങനെ ആയത് എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഹാസ് ബീൻ റൊട്ടേറ്റഡ് ബൈ 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയിൽ സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് റൊട്ടേഷൻ ഇൻ ഡിഗ്രീസ് അറിയേണ്ട ആവശ്യമുണ്ട്. ആ റൊട്ടേഷൻ ഇൻ ഡിഗ്രീസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, so I hope all of you understood what optical activity is. In the next lecture, I will be talking about optical fiber. Thank you.